എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ ഇന്ന് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. ഇപ്പോൾ മരട് ഭാഗത്ത് വിവിധ കുടുംബയോഗങ്ങളിലടക്കം ടീച്ചർ പങ്കെടുത്ത ഈ ഘട്ടത്തിൽ ഷൈൻ ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാസത്തിലേക്ക് കടന്നു, ഇനിയിപ്പോൾ ഏതാണ്ട് 25 ദിവസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രചാരണമൊക്കെ മുന്നോട്ട് പോകുന്നത്? ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട വ്യക്തികളെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും സാമുദായിക നേതൃത്വത്തെയും ഒരു സോഷ്യൽ ഏജൻസ് അവിടെയൊക്കെ ഏതാണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ്. കുടുംബയോഗങ്ങൾ നടക്കുന്നു. ആ കുടുംബയോഗം തീർച്ചയായിട്ടും അതിന് ലീഡർഷിപ്പ് എടുക്കുന്നത് ഇടതുപക്ഷം ആണ്. പ്രവർത്തകരാണെങ്കിൽ പോലും ആ കുടുംബയോഗത്തിൽ എല്ലാവരും എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നു. ആ ഇടതുപക്ഷം നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി ആരാണെന്നറിയാൻ കൗതുകത്തോട് നോക്കുന്നു. അവരെന്ത് പറയുന്നു, അവരുടെ വേ ഓഫ് ടോക്ക് എന്താണ് എന്നറിയുന്നു, അവരെന്താണ് സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തം, പ്രത്യേകിച്ച് സ്ത്രീകൾ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും മറ്റ് പൊതുപര്യടന പരിപാടികളൊക്കെ എങ്ങനെയാണ്, അതിലേക്ക് കടക്കുകയോ? നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത് 3-ാം തീയതി, ഏപ്രിൽ 3-ാം തീയതി 11 മണിക്ക് ആണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു പ്രചാരണത്തിന് എത്തുന്നുണ്ടല്ലോ, അപ്പോൾ കൂടുതൽ ആവേശത്തിലേക്ക് പോവുകയായിരിക്കും അല്ലേ? 4-ാം തീയതി മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ മണ്ഡലത്തിൽ ചെറായിൽ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ചേരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യവും അതുപോലെ തന്നെ ഇടതുപക്ഷം നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യവുമാണ്. നല്ല രീതിയിൽ ക്യാമ്പയിൻ ഈ മണ്ഡലമാകെ ഉഴുതുമറിക്കുന്ന, ഇളകി മറിക്കുന്ന ഒരു ക്യാമ്പയിനാണ് മുഖ്യമന്ത്രി കൂടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക. പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. ഷൈൻ ടീച്ചർ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ് ഇന്ന് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അടുത്ത ദിവസം 3-ാം തീയതി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അടക്കം ഉണ്ടാകും. അതിനുശേഷം പൊതുപര്യടനം അടക്കമുള്ള പരിപാടികളിലേക്ക് കിടക്കുകയാണ്. ആ തരത്തിൽ പ്രചാരണം കൂടുതൽ ഊർജിതമാക്കുകയാണ് ഷൈൻ ടീച്ചർ.